ഇടേക്കണു. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളങ്ങനെ പഞ്ചാബ് ജലന്ധർ എത്തി. ഇന്നലെ രാത്രിയിലാണ് എത്തിയത്. 9:30 ഞാനും ഏട്ടനും ഇവിടെ എത്തിയിട്ട്. പിന്നെ ഭയങ്കര ടയേർഡായി രാത്രിയിൽ ഞങ്ങൾ വന്നിട്ട്. എനിക്ക് എയർപോർട്ടിൽ നിന്നും പിന്നെ ഒന്നും ഷൂട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം ഭയങ്കര റഷായിരുന്നു ഫ്ലൈറ്റ് കയറാനും. പിന്നെ ഇറങ്ങിയിട്ട് ഞങ്ങൾ അമൃത്സറിലാണ് ലാൻഡ് ചെയ്തത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ വേണ്ടടാ ചേച്ചിയും ചേട്ടനും മോളും ഒക്കെ വന്നേക്കുന്നത്. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു അത്. കാരണം ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു അവരും വരുമെന്ന്. എന്നിട്ട് ഞങ്ങൾ രാത്രി വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു, റെസ്റ്റ് ചെയ്തു. കമ്പനി കുടുങ്ങിപ്പോയി. ഞങ്ങൾ ഡൽഹൌസി ഖജിയാർ പോവാണ്. ഡൽഹൌസിയിലായിരിക്കും സ്റ്റേ. ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, മോള്, ഇത്രയും പേരാണ് ഞങ്ങൾ പോകുന്നത്. വായിന്നൊക്കെ ഇത് പുക പോകും ചിലപ്പോൾ. കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എനിക്കറിയില്ല. കാണുന്നുണ്ടോ ഏട്ടാ? കാണുന്നില്ല, കുഴപ്പമില്ല, അതുപോട്ടെ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വ്യൂ കാണിച്ചു തരാം. ഇത് ചേച്ചിയുടെയൊക്കെ വീടിൻ്റെ റൈറ്റ് സൈഡിലുള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കൃഷി. അത് വെളുത്തുള്ളി ആണ്. പിന്നെ നമ്മുടെ കടുകിൻ്റെ പൂവാണ്. കടുകിൻ്റെ പൂവാണിത്. ഇതിൽ എന്തൊക്കെയോ ചെയ്തിട്ടാണ് പിന്നെ നമ്മുടെ കടുകും കടുകെണ്ണയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതെന്താണെന്ന് എനിക്ക് സംഭവം അറിയില്ല. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങും. എന്നിട്ട് ഇനിയും ഡൽഹൌസി എത്തി. അവിടെ റൂമൊക്കെ ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൽഹൌസി എത്തിയിട്ട് ബാക്കി ഞാൻ വിശേഷങ്ങൾ പറയാം. ബൈ ബൈ. ഈ ഐസൊക്കെ വീണിട്ട് സ്നോഫോളൊക്കെ ആയിട്ട് റോഡെല്ലാം ബ്ലോക്കാണ്. ഞങ്ങളിപ്പോൾ ഡൽഹൌസി ഖജിയാറൊന്നും എത്തിയിട്ടില്ല. അതിന് മുന്നേ ഉള്ളതാണ്. നോക്കൂ എത്രത്തോളമാണ് ഐസ്. ഇപ്പം ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ മുന്നേ വരെ സ്നോഫോള് മുന്നേ നിന്നേ ഉള്ളൂ എന്നാണ് കേൾക്കുന്നത്. നോക്കൂ എൻ്റെ ചേച്ചി ചേട്ടൻ. ഫുൾ ബ്ലോക്കാണ്, മൊത്തം ബ്ലോക്കാണ്. ചേച്ചി, എൻ്റെ സ്വന്തം ചേച്ചി. आजो इसको हुई जा रहा है. ये शूज ठीक है. ശരിക്കും തണുത്ത് വിറയ്ക്കാണ്. അത്രയ്ക്കുണ്ട് ഇവിടെ സ്നോഫോള്. ഒരു മിനിറ്റ്. സ്നോ പാവം. നോക്കൂ, ഒരു അമ്മേ സ്വന്തം കുഞ്ഞിനെ ഭക്ഷിക്കാൻ കൊടുക്കുന്നത് നോക്കൂ. നിർബന്ധിപ്പിച്ച് ഐസ് കഴിപ്പിക്കുന്ന ഒരമ്മ. നോക്കൂ ഈ ക്രൂര മുഖത്തെ നോക്കൂ. बर्फ मार रहे हैं मैनू കഴിഞ്ഞുണ്ടാക്കുന്നില്ലേ? मेरे वाला गोला फैक्ट्री है. ഇങ്ങനത്തെയൊക്കെ കാഴ്ച കാണണമെങ്കിൽ ശരിക്കും നമുക്ക് ശരിക്കും ഒരു ഭാഗ്യവും വേണം. സ്നോ മഞ്ഞ് വീഴാണ്. നോക്കൂ എൻ്റെ കോട്ടിൽ നോക്കൂ. തൊപ്പിയൊക്കെ വെച്ചേക്കാണ് കാതിന് തണുപ്പടിക്കാൻ. ഞങ്ങൾ ശരിക്കും ഡൽഹൌസി പോകാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇതിപ്പോൾ മൊത്തം
മൊത്തം റോഡ് നോക്കൂ, റോഡിലൊക്കെ ഇങ്ങനെ ഐസ് വീണ് തെന്നിക്കിടക്കുകയാണ്. അപ്പോൾ എന്താ, റൂം ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിപ്പോൾ ക്യാൻസലായി. കാരണം അവിടെ ഇപ്പം വെള്ളത്തിൻ്റെ പ്രശ്നം, ലൈറ്റ്, ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നെ മേളിൽ പോയിട്ട് സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റില്ല. അത്രയ്ക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. തെന്നും, നമ്മുടെ വണ്ടികളൊക്കെ പോകുമ്പോൾ നന്നായിട്ട് തെന്നുന്നുണ്ട്. അപ്പം ഈ മിലിറ്ററി ട്രക്ക് ഉണ്ട്. ഈ മിലിറ്ററി ട്രക്ക് ബാക്കിലിങ്ങനെ ചെയിൻ കെട്ടിയിട്ട് എന്താ നമ്മുടെ വണ്ടിയിലും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടു. അപ്പം വഴിയും ക്ലിയർ ആവും, കാരണം അത്ര ഹെവി വണ്ടി പോവില്ലേ. അങ്ങനെ അപ്പം വഴിയും ക്ലിയർ ആവും. ആൻഡ് എന്താ അവിടെ നോക്കൂ, അപ്പം വഴിയും ക്ലിയർ ആവും. ആൻഡ് അപ്പം നമുക്ക് പോകാനും പറ്റും. പക്ഷേ ഇപ്പം എന്താ ഞങ്ങളിപ്പോൾ ഡിസൈഡ് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പോയി കഴിഞ്ഞ് നമ്മളവിടെ സ്റ്റക്കായി കഴിഞ്ഞാൽ തിരിച്ചു വരാനും ഉണ്ട്. സൺഡേ ഞങ്ങൾക്ക് തിരിച്ചും പോകണം, എനിക്കും ഏട്ടനും തിരിച്ചും പോകണം. ആൻഡ് ചേച്ചിയുടെ ഹസ്ബൻഡിനും തിരിച്ച് ജോലിക്ക് കയറണം. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇപ്പം ഞങ്ങൾ ശരിക്കും മിഡിൽ ഓഫ് ദ ട്രിപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ ഡൽഹൌസി എന്ന് പറയുന്ന സ്ഥലത്ത് എത്താൻ. പക്ഷേ അവിടം വരെ എത്താൻ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങളൊരു റിസ്ക് എന്താ വേണ്ടേ എന്ന് വിചാരിച്ചിട്ടിങ്ങനെ എന്താ ഇവിടെ ഒരു സ്റ്റോയിടേക്കണു. അപ്പോൾ ഡേ 2 ട്രിപ്പിൻ്റെ ഡേ 2 ആണ് ട്രിപ്പിൻ്റെ. ഞങ്ങളിപ്പോൾ ഡൽഹൌസിയിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വണ്ടിയൊക്കെ ഭയങ്കരമായിട്ട് സ്ലിപ്പ് ചെയ്യുന്നു. അത് കാരണം ഞങ്ങൾക്ക് വണ്ടിയൊക്കെ ഭയങ്കരമായിട്ട് സ്ലിപ്പാവുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ വണ്ടി ഒരു സ്ഥലത്ത് താഴെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് അവിടെ നടക്കുകയാണ്. ഏകദേശം 2.5-3 കിലോമീറ്റർ നടക്കാനുണ്ടാവും. അപ്പം ഞങ്ങളിങ്ങനെ നടക്കുകയാണ്, മഞ്ഞിലൂടെ നടക്കുകയാണ്. ശരിക്കും നല്ല ശരിക്കും അണയ്ക്കുന്നുണ്ട്. കാരണം കയറ്റമാണ്, പിന്നെ തണുപ്പുണ്ട്, അപ്പം നല്ല രസമുണ്ട്. പക്ഷേ ഇന്നലെ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ആകെപ്പാടെ ഔഷധിയായിപ്പോയി. കാരണം ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം ഡൽഹൌസിയിലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. പിന്നെ ബ്ലോക്കായിരുന്നു, ഐസ് കാരണം എല്ലാം ബ്ലോക്കായി കിടക്കുന്നതാണ്. പിന്നെ മേളിലോട്ടൊന്നും ഇലക്ട്രിസിറ്റി ഇല്ല, വെള്ളമില്ല. അത് കാരണം ഞങ്ങൾക്ക് മേളിലോട്ട് പോകാൻ പറ്റില്ല. പിന്നെ താഴെ റൂം തപ്പി ഭയങ്കരമായിട്ട് ലേറ്റായി. പിന്നെ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഷൂ ഒക്കെ നനഞ്ഞ്, എല്ലാം ഡ്രസ്സൊക്കെ ഭയങ്കരമായിട്ട് നനഞ്ഞായിരുന്നു. കാരണം ഐസ് വെച്ചിട്ട് കുറേ കളിച്ചു. അത് കാരണം സംസാരിക്കാൻ കൂടി പറ്റില്ല. അത് കാരണം ഞങ്ങൾ പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്നലെ ജസ്റ്റ് സെറ്റിലായി. എന്നിട്ട് ഇന്ന് രാവിലെ ഞങ്ങൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് അപ്പോൾ ഇത് ഡൽഹൌസിയിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളും മഞ്ഞാണ്, ഫുള്ളും മഞ്ഞാണ്. എത്രയൊക്കെ ഡ്രസ്സ് ഇട്ടാലും, വൂളൻ ക്ലോത്ത് എത്ര ഇട്ടാലും ഒരു എഫക്റ്റില്ല. എന്നാലും തണുക്കും, നമുക്ക് ശരിക്കും തണുക്കും. ഇനിയിപ്പോൾ എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഡൽഹൌസി എത്തിയിട്ട് നമുക്ക് നോക്കാം. ചേച്ചി, ചേട്ടൻ, കുഞ്ഞ്, എൻ്റെ കെട്ടിയോൻ മഞ്ഞിലിങ്ങനെ തുടങ്ങി, ഇവരുടെ കളി തുടങ്ങി.
ഇതൊരു സ്കൂളാണ്. സ്കൂളിൻ്റെ വഴിയൊക്കെ മൂടി, സ്കൂളെല്ലാം മൂടി കിടക്കുക. ഈ കാണുന്നതൊക്കെ സ്കൂളിൻ്റെ മേൽക്കൂരയാണ്. കണ്ടോ, റൂമാണത്, ക്ലാസ് റൂമാണതൊക്കെ. നോക്ക്, ഉണ്ടോ? ഇതിപ്പോൾ ഡൽഹൌസിന്ന് ഒരു ടിബറ്റൻ മാർക്കറ്റ് ഉണ്ട്. 2 കിലോമീറ്ററാണ്. വണ്ടിയൊന്നും പോവില്ല ഇപ്പോൾ. ഇതുപോലെ 2 കിലോമീറ്റർ നടന്നെങ്കിൽ മാത്രമേ എത്തുള്ളൂ. മഞ്ഞ് വീണ് തുടങ്ങി ഇവിടെ, കണ്ടോ? പിന്നെ മഞ്ഞ് വീണ് തുടങ്ങി. നമ്മുടെ നാക്കൊക്കെ കുഴഞ്ഞ് ഒരുമാതിരി വെള്ളം അടിച്ച പോലെയായി. ശരിക്കും നാക്കെല്ലാം കുഴഞ്ഞ് പോവുകയാണ്. കുറേ നടക്കുന്നത് അത് കണ്ടോ. മഞ്ഞ് വീണുകൊണ്ടിരിക്കുക. കുറച്ച് നേരത്തേക്ക് നിന്നതാണ്, ഇപ്പോൾ ഇത് സ്റ്റാർട്ടായി. ഡൽഹൌസി എത്തി. അയ്യോ, എനിക്ക് ശരിക്കും ഞാൻ താഴെ നോക്കി നടന്നില്ലെങ്കിൽ നന്നായിട്ട് ഞാൻ സ്ലിപ്പായിട്ട് വീഴും. കാരണം ഐസൊക്കെ ഇങ്ങനെ ആൾക്കാർ നടന്ന് നല്ല ഇങ്ങനെ എന്താ പറയാ, കട്ടിയായിട്ടിരിക്കുകയാണ്, ലാമിനേറ്റ് ചെയ്ത് ഒന്നല്ല ഹാർഡായിട്ടിരിക്കുക. അപ്പം ഞാനപ്പോൾ നോക്കി നടന്നില്ലെങ്കിൽ നടും തല്ലി താഴെ വീഴും. നോക്ക്, എന്തോരു ഐസാണ്, എത്രത്തോളം ഐസ്. ഇങ്ങനെ ശരിക്കും പഞ്ഞ് തെർമോക്കോളൊക്കെ കൂട്ടിയിട്ടേക്കുന്ന പോലെ തോന്നും. അപ്പം ഞങ്ങള് ഡൽഹൌസി എത്തിയപ്പോൾ ആകെ പ്രശ്നമായി. കാരണം വെതർ ശരിക്കും മോശമായി തുടങ്ങി. അപ്പം ഞങ്ങൾ പെട്ടെന്നൊരു കഫേയിൽ കയറിയിട്ട് ലഞ്ചൊക്കെ കഴിച്ച് സൂപ്പൊക്കെ, നല്ല ചൂട് സൂപ്പൊക്കെ കുടിച്ച് ഞങ്ങളത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ചു പോവാണ്. കാരണം ഇപ്പം തിരിച്ചാലേ ഞങ്ങൾക്ക് ഒരു രാത്രി 10 മണി 10:30 ആകുമ്പോഴത്തേക്ക്, ഇപ്പോൾ ശരിക്കും 3 മണി കഴിഞ്ഞു, 10-10:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തിരിച്ച് പഞ്ചാബ് എത്തണം. ഡൽഹൌസിയിൽ എനിക്ക് വ്ളോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ടൈം ലിമിറ്റേഷൻ കാരണവും പിന്നെ ഈ വെതറിൻ്റെ ഒരു ബഹളവും ആയത് കാരണം പെട്ടെന്ന് ഇറങ്ങാനാണ് നോക്കിയത്. അവിടെ ഒരു തിബറ്റൻ മാർക്കറ്റുണ്ട്, ഗാന്ധി ചോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു തിബറ്റൻ മാർക്കറ്റുണ്ട്. ഇത് നോക്കൂ, സ്നോ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂട്ടിലും ദേ നോക്കൂ, കയ്യിലൊക്കെ ഇങ്ങനെ തെർമോക്കോൾ പൊടിഞ്ഞ് വീഴുന്ന പോലെ തന്നെ വീഴുന്നുണ്ട്. അപ്പം ഗാന്ധി ചോക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ തിബറ്റൻ മാർക്കറ്റ്. നല്ല ഹാൻഡിക്രാഫ്റ്റഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്നതാണ്. നല്ല റീസണബിൾ ആണ് കേട്ടോ. ഞാൻ നേരത്തെ പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ അത്രേ ഉള്ളൂ. ശരിക്കും
ഒരു ജനുവരി സ്റ്റാർട്ടിംഗ് ഒക്കെ ആകുമ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്നോഫോൾ എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാം. വൺസ് ഇൻ എ ലൈഫ് എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറയും. കാരണം ഇത് ശരിക്കും വല്ലാത്തൊരു നമുക്ക് ശരിക്കും മെമ്മറബിൾ ആയിട്ടുള്ള ട്രിപ്പായിരിക്കും കേട്ടോ. ഒരു 2-3 ദിവസം നമ്മൾ എടുത്താൽ മതി, അത്രയും മതി. വേറെ അധികം ദിവസമൊന്നും വേണ്ട. കാണുക, ഇതാ നോക്കൂ എത്രത്തോളം ആണ് മഞ്ഞിങ്ങനെ പഞ്ഞി പോലെ കിടക്കാണ്. ശരിക്കും താഴേക്ക് ഇങ്ങനെ മഞ്ഞിങ്ങനെ വീണ് ഫുൾ മൂടിക്കിടക്കാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇനി ഈ ഹിമാചൽ ഡൽഹൌസി വ്ളോഗ്. ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല രസമായിരുന്നു, നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ട്രിപ്പാണ്. അപ്പം ഇനി ഞങ്ങൾ തിരിച്ചു പോകും. നാളെ ഞങ്ങളുടെ 9:15 ഫ്ലൈറ്റാണ് അമൃത്സർ എയർപോർട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരിക്ക്. അപ്പം ഞങ്ങളങ്ങനെ നാട്ടിലെത്തും നാളെ. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ കണ്ട് കൊതിമൂത്ത് എല്ലാവരും വരിക. അടുത്ത വർഷം ശരിക്കും ഈ വ്ളോഗ് കാണുന്നവരൊക്കെ വരിക, നേരത്തെ പ്ലാൻ ചെയ്യുക, എന്നിട്ട് ഇതൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത തവണ കാണാം. ടാറ്റാ.